BJP NDA എന്ന് പറയുന്ന ഒരു കക്ഷി ഒരു വശത്തും മറുപക്ഷത്ത് ജിഹാദി പക്ഷങ്ങളും അവരെ ഏറ്റവും കൂടുതൽ പ്രീണിപ്പിക്കുന്നത് ആര് എന്നുള്ള രീതിയിലൊക്കെ നടന്ന വളരെയധികം മ്ലേച്ഛകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. എങ്ങനെയാണ് ജയസൂര്യൻ സാർ ആ ഒരു തിരഞ്ഞെടുപ്പിനെ പ്രാഥമികമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ആദ്യം എങ്ങനെയാണ് പ്രതികരിക്കുക? ആദ്യത്തെ പ്രതികരണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്, പക്ഷെ ആരും പറയാത്തതാണ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ LDF പിന്നോട്ട് പോയി, UDF പിന്നോട്ട് പോയി, SDPI പിന്നോട്ട് പോയി. അൻവറിന്റെ കാര്യം പറയാനുമില്ല. അൻവറിന് ഒറ്റയ്ക്ക് ഇത്ര വോട്ട് കിട്ടി കേമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും MLA ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മത്സരിച്ച് MLA അല്ലാതായി. അതാണല്ലോ അതിന്റെ സത്യം. അപ്പൊ അദ്ദേഹവും പിന്നോട്ട് പോയി. മുന്നോട്ട് പോയത് ആരാണ്? ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് മുന്നോട്ട് പോയത്. അതായത് ആ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ജനപിന്തുണ കൂടിക്കൂടി വരുന്നത് BJPക്ക് മാത്രമാണ്. ബാക്കി എല്ലാ മുന്നണികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജനപിന്തുണ കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ വിജയം നേടി എന്ന് പറയുന്ന UDF, ആ UDFനും വോട്ട് കുറഞ്ഞതിനെ കുറിച്ചുള്ള കണക്കുകൾ മാത്രമേ നിരത്താനുള്ളൂ. വോട്ട് കൂടി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ പ്രതിഫലിക്കുന്ന ജനവികാരം എന്താണ്? നോട്ടയുടെ കാര്യം എടുത്താൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ നോട്ട ഇത്തവണ കൂടുതലാണ്. അതായത് എല്ലാവരും നെഗറ്റീവാണ്, BJP ഒഴികെ എന്ന് പറയുന്നതാണ് ശരി. ഇതൊരു സൂചനയാണ്, കേരള രാഷ്ട്രീയത്തിലെ വളരെ വ്യക്തമായ സൂചനയാണ്. തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ BJPക്കും സഖ്യകക്ഷികൾക്കും എല്ലാം കൂടി കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ എല്ലാം കൂടി 1400-ൽ പരം സീറ്റുകളാണ് ജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ ഗണ്യമായിട്ടുള്ള പുരോഗതി, അതിൽ ഇത്ര എന്നൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ ബാക്കി എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് നടക്കുമ്പോൾ മുന്നോട്ട് നടക്കാൻ പോകുന്ന, ബഹുദൂരം മുന്നോട്ട് നടക്കാൻ പോകുന്ന ഒരു പാർട്ടി BJP, അതുപോലെ മുന്നണി NDA ആയിരിക്കും എന്നതിന്റെ സുവ്യക്തമായ സൂചനയാണ് നിലമ്പൂരിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യമായി പറയാൻ. മറ്റൊന്നാണ് സാർ, നമ്മൾക്കറിയാം ഇസ്ലാമിക ജിഹാദികളെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള, ഒരു പക്ഷം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ മറുപക്ഷം നൂറുകണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്ന, ഇന്നും ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മദനിയുടെ PDPയുമായി ചേർന്നിട്ടുള്ള ആ ഒരു സഖ്യം, ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം എത്രത്തോളം കൂടുതൽ ആരാണ് നടത്തിയത്, അവരെ സുഖിപ്പിക്കുന്ന, അവർക്ക് വിജയം എന്ന രീതിയിലേക്ക് ഒരു മണ്ഡലത്തെ കൊണ്ടുപോവുക. അവിടെ ഹൈന്ദവർ, ക്രൈസ്തവർ എന്ന് പറയുന്ന ഇവരുടെ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ജിഹാദികളുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ കാഫിറുകളെ ഒരു പ്രത്യേക വിഭാഗമാക്കി ഒറ്റപ്പെടുത്തുക എന്ന സിസ്റ്റം ഒക്കെ. കാരണം മലപ്പുറം ജില്ലയിൽ, ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ആളാണ്, നിലമ്പൂരിൽ വോട്ട് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവിടെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന, അതിന് ആരൊക്കെ എത്രത്തോളം മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ വിഭാഗീയത വളർത്തുന്ന ഇവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സാർ? ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് മാത്രമല്ലല്ലോ, അതിനേക്കാളുപരി മറ്റെന്തെങ്കിലുമൊക്കെ ഇവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാറിന്റെ ആ ഒരു വീക്ഷണം വരുന്നത്? ഇതിലിപ്പോൾ നമുക്ക് സുവ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം ജയിച്ച സ്ഥാനാർത്ഥി ആദ്യം സ്വന്തം പാർട്ടി നേതാക്കളെ അല്ല കാണാൻ പോയത്, സ്വന്തം മുന്നണി നേതാക്കളെ അല്ല കാണാൻ പോയത്, അനുഗ്രഹം വാങ്ങിക്കാൻ പോയത്, അദ്ദേഹം നേരെ പോയത് പാണക്കാട് തങ്ങളുടെ അടുത്തേക്കാണ്. ഇത് കേരള രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ദിശാസൂചികയാണ്. കേരള രാഷ്ട്രീയം ഇപ്പോൾ വടക്ക് നോക്കി യന്ത്രമായി മാറിയിരിക്കുന്നു. അതായത് അങ്ങ് വടക്ക് ഡൽഹിയിലേക്കല്ല, കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് പാണക്കാട് കുടുംബത്തിലേക്ക് മാത്രം നോക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഒരു കാലത്ത് ഇത് പെരുന്നയിലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഇത് കണിച്ചുകുളങ്ങര ആയിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഇത് പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലുമുള്ള സഭാ നേതാക്കന്മാരുടെ അരമനകളിലായിരുന്നുവെങ്കിൽ, ഇന്ന് അവരെല്ലാം പടിക്ക് പുറത്താണ്, ഇന്ന് അവരെല്ലാം കറിവേപ്പിലയാണ്. മറിച്ച് നേരിട്ട് ഒരൊറ്റ സ്ഥലത്തേക്കാണ് തീർത്ഥാടനം, അത് പാണക്കാട്ടേക്കാണ്. അപ്പോൾ മത തീവ്രവാദ സംഘടനകൾ, അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. SDPIയുടെ വോട്ടുകൾക്ക് ഗണ്യമായ കുറവുണ്ടായി. അതുപോലെ തന്നെ മറ്റ് പല പാർട്ടികളും സ്ഥാനാർത്ഥിയെ നിർത്താതെ തന്നെ രണ്ട് മുന്നണികൾക്കും പിന്തുണ കൊടുത്തു. ആ പിന്തുണയിലാണ് ഈ രണ്ട് മുന്നണികളും ഇന്ന് താങ്ങി നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്.
അതിലിപ്പോ ജമാഅത്തെ ഇസ്ലാമി എവിടെ നിൽക്കുന്നു, PDP എവിടെ നിൽക്കുന്നു, വെൽഫെയർ പാർട്ടി എവിടെ നിൽക്കുന്നു, SDPIയുടെ നിലപാട് ആർക്ക് ഗുണകരമാണ് എന്നൊന്നും ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരള രാഷ്ട്രീയം ഒരൊറ്റ ബിന്ദുവിലേക്ക്, അതായത് വടക്ക് നോക്കിയ യന്ത്രത്തിന്റെ സൂചി എപ്പോഴും വടക്കോട്ട് മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇനി കേരള രാഷ്ട്രീയം അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ സൂചി തിരിച്ചു വെച്ചിരിക്കുന്നത് പാണക്കാട്ടേക്ക് മാത്രമാണ്. മറ്റ് പ്രാദേശികമായിട്ടുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നിരവധിയുണ്ട്. നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന 4-5 പാർട്ടികൾ, ചെറിയ പാർട്ടികൾ ഉണ്ട്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന പൊതു അജണ്ടയുടെ കീഴിൽ ഇവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം. പിന്നെ മറ്റൊന്ന്, കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മതേതരത്വം ഇപ്പോഴും കേരളത്തിൽ ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറെ വിഡ്ഢി ഹിന്ദുക്കളും, അത്രയൊന്നും വിഡ്ഢി അല്ലെങ്കിലും വിഡ്ഢിത്തത്തിന്റെ എല്ലാ ലക്ഷണവും കിട്ടിക്കഴിഞ്ഞ ക്രിസ്ത്യാനികളും, അവര് ഇപ്പോഴും വിചാരിക്കുന്നത് കേരളത്തിൽ മതേതരത്വമുണ്ട്, ജനാധിപത്യമുണ്ട് എന്നൊക്കെയാണ്. അതൊട്ടും ഇല്ലാതായിരിക്കുന്നു. കാരണം ജനാധിപത്യത്തിനോ മതേതരത്വത്തിനോ അല്ലെങ്കിൽ മുന്നണികൾക്കോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇസ്ലാമിക വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്. അതിന്റെ കാരണം, നിലമ്പൂര് എന്ന് പറയുമ്പോൾ മലയോര പ്രദേശം, വനത്തിനോട് ചേർന്ന പ്രദേശം, ഈ ഇലക്ഷൻ നടക്കുന്നതിനിടയിൽ തന്നെ പലരെയും കാട്ടാന ചവിട്ടിക്കൊന്നു. അത് ചർച്ചാ വിഷയമായില്ല. ഈ ഇലക്ഷന്റെ ഇടയിൽ അവിടെ നിൽക്കുന്ന ജനങ്ങൾ വന്യജീവിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയവരാണ്. അത് ഇലക്ഷനിൽ ചർച്ചയായില്ല. മതന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ 22% ക്രൈസ്തവരുണ്ട് എന്ന് പറയുന്നു. ആ ക്രൈസ്തവര് മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമര രംഗത്ത് നിന്നവരാണ്. അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് ചർച്ചയായിട്ടില്ല. അപ്പൊ മുനമ്പൻ ചർച്ചയായില്ല, കാർഷിക മേഖല ചർച്ചയായില്ല, വന്യമൃഗങ്ങളെ ചർച്ചയായില്ല. പിന്നെ ചെറുപ്പക്കാര് നാട് വിട്ടുപോകുന്നു. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും തൊഴിലിന് വേണ്ടിയാണെങ്കിലും ആ വിഷയം ചർച്ചയായിട്ടില്ല. ക്ഷേമനിധികൾ, പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു, അത് ചർച്ചയായില്ല. ചുരുക്കി പറഞ്ഞാൽ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, തൊഴിൽ രഹിതരുടെ, വൃദ്ധന്മാരുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, സാധാരണക്കാരുടെ, BPL വിഭാഗത്തിന്റെ, പട്ടികജാതി, പട്ടികവർഗ, OBC, പിന്നോക്ക, ഇതൊന്നും അവിടെ ചർച്ചയായില്ല. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായത് എന്താണ്? ചർച്ചയായത് യഥാർത്ഥത്തിൽ ഫലസ്തീനും ഇസ്രയേലും, ഹമാസ്, ഇതൊക്കെയല്ലേ അവിടെ ചർച്ചയായത്? ഗാസയല്ലേ അവിടെ ചർച്ചയായത്? ഞാൻ ചോദിക്കട്ടെ, ഗാസയും ഹമാസും ഫലസ്തീനും ഇസ്രയേലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ആ പ്രശ്നങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടതും വോട്ട് തീരുമാനിക്കപ്പെട്ടതും ആ വികാരത്തിന്മേലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും കേരള ജനാധിപത്യത്തിനും എന്ത് വിലയാണുള്ളത്? അന്താരാഷ്ട്ര രംഗത്തിരുന്നു കൊണ്ട് ചില ആൾക്കാർ തീരുമാനിക്കുന്ന അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ പാർലമെന്റ് ഇലക്ഷൻ വരെ തീരുമാനിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇസ്ലാമിക തീവ്രവാദികളുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന കേരള രാഷ്ട്രീയം, അതാണ് നിലമ്പൂരിൽ നമ്മൾ കാണുന്ന ചിത്രം.